നിങ്ങളറിയാതെ നിങ്ങളെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? അതറിയാനായിട്ട് ഒരു വഴിയുണ്ട്. ഒരാൾക്ക് മറ്റൊരാളോട് അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയാൽ എല്ലാവരും അത് ഡയറക്റ്റായിട്ട് വന്ന് പറഞ്ഞോളണം എന്നില്ല. എല്ലാവർക്കും അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. പക്ഷേ അവരത് എക്സ്പ്രസ് ചെയ്യും. എങ്ങനെ? സബ് കോൺഷ്യസ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിലൂടെ. അതായത് അവർ പോലും അറിയാതെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദെൻ അയാൾ ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. 7 signs someone secretly likes you. ബട്ട് അതിനുമ്പൊരു കാര്യം, ഇതിലിപ്പോൾ 1-2 സൈൻസ് ഒക്കെ ഉള്ളൂ എന്നാണെങ്കിൽ അത് മേ ബി ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം. ചിലർ നാച്ചുറലി ഫ്രണ്ട്ലി ആൻഡ് ഒബ്സർവൻ്റ് ആയിരിക്കും. 3 അല്ലെങ്കിൽ 4 സൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ദെൻ നല്ലൊരു ചാൻസ് ഉണ്ട് അയാൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന്. ബട്ട് ഉറപ്പിക്കരുത്. ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി ആൻഡ് കോണ്ടെക്സ്റ്റ് കൂടി നോക്കാം. ഇനി 5 അല്ലെങ്കിൽ അതിലധികം സൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ദെൻ അയാൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതിന് ഒരു സ്ട്രോങ് പോസിബിലിറ്റിയാണ് ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി എന്തൊക്കെയാണ് ആ സൈൻസ് എന്ന് നോക്കാം. നമ്പർ 1, ദ മിറർ യുവർ ആക്ഷൻസ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ കോപ്പി ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കൈകെട്ടി നിന്നാൽ അവരും കൈകെട്ടി നിൽക്കും. നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അവരും കുടിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും ചെയ്യുന്നതിനെയാണ് മിററിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഇൻറ്റൻഷനലി ചെയ്യുന്നതല്ല. ഒരാളോട് അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ സബ് കോൺഷ്യസ്ലി ചെയ്യുന്നൊരു കാര്യമാണിത്. നമ്മുടെ ബ്രെയിന് അയാളുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണിത്. ഇത് അട്രാക്ഷൻ്റെ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള നോൺ വെർബൽ സൈനാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പോസ്റ്റർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ജെസ്ചർ ചെയ്യുക. അപ്പോൾ ആ വ്യക്തിയും അതേപോലെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. നമ്പർ 2, ദേ ഫൈൻഡ് എക്സ്ക്യൂസസ് ടു ബി അറൗണ്ട് യു. ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അയാൾ എപ്പോഴും നമ്മുടെ അടുത്ത് വേണം എന്ന് നമുക്ക് തോന്നും, അല്ലേ? അപ്പോൾ അവരതിനുള്ള വഴികൾ നോക്കും. അത് ചിലപ്പോൾ നിങ്ങൾ പോകുന്ന അതേ വഴി തന്നെ അവരും ചൂസ് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലത്തേക്ക് അവർ വന്നുകൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ടാവാം. അട്രാക്ഷൻ മേക്സ് പീപ്പിൾ ക്രേവ് പ്രോക്സിമിറ്റി. അതായത് എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ നമ്മുടെ അടുത്ത് തന്നെ വേണം എന്നൊരു തോന്നൽ. സോ അങ്ങനെ എപ്പോഴും നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള വഴികൾ അവർ നോക്കുന്നുണ്ടെങ്കിൽ ദെൻ അതും നല്ലൊരു സൈനാണ്. നമ്പർ 3, ദേ റിമെമ്പർ ദ ലിറ്റിൽ തിങ്സ്. നമ്മൾ ഡെയിലി എത്രങ്ങാനും കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതെല്ലാതൊന്നും നമുക്ക് ഓർത്തിരിക്കാനായിട്ട് കഴിയില്ല. പക്ഷേ ഒരാൾക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. അവർ നിങ്ങളെ പറ്റിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തിരിക്കും. അത് മേ ബി നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡായിരിക്കാം, നിങ്ങൾ റാൻഡമായിട്ട് പറഞ്ഞ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ആയിരിക്കാം, നിങ്ങൾക്ക് അടുത്ത ആഴ്ചയുള്ള ഒരു എക്സാമിനെ പറ്റിയായിരിക്കാം. ബിക്കോസ് നമുക്കൊരാളോട് അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ ദെൻ നമ്മുടെ ബ്രെയിന് അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക. സോ നിങ്ങൾ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവരിങ്ങനെ ഓർത്തോർത്ത് പറയുന്നുണ്ടെങ്കിൽ അതും നല്ലൊരു സൈനാണ്. നമ്പർ 4, ദേ ഗെറ്റ് നെർവസ് അറൗണ്ട് യു. കോൺഫിഡൻസ് ഈസ് ഗ്രേറ്റ്. പക്ഷേ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടം തോന്നുന്ന ആളുടെ അടുത്ത് നിന്നാൽ ചെറിയൊരു പേടിയും ടെൻഷനും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അവരിങ്ങനെ വല്ലാണ്ട് ഫിഡ്ജറ്റിങ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുമ്പോൾ ചില വാക്കുകളൊക്കെ ഇടറുന്നുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലോത്ത്സ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണിക്കുന്നത് അവർ നെർവസ് ആണ് എന്നാണ്. എന്തുകൊണ്ട് നെർവസ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഒരു നല്ല ഇമ്പ്രഷൻ ആയിരിക്കണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ്. സോ അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കാം. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈവച്ചൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് തൊടുകയാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആൻഷ്യസ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് അട്രാക്ഷൻ്റെ സൈനാണ്. നമ്പർ 5, ദെയർ ഐസ് ഗിവ് ദം അവേ. അട്രാക്ഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കണ്ണുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളോട് ഇഷ്ടമുള്ള വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ പ്യൂപ്പിൾ കൃഷ്ണമണി ഡൈലേറ്റ് ആവും, വലുതാവും. അത് നമ്മുടെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന ഒരു നാച്ചുറൽ റെസ്പോൺസ് ആണ്. അതുപോലെ നിങ്ങളുമായിട്ടുള്ള ഐ കോണ്ടാക്റ്റ് കുറച്ച് കൂടുതൽ നേരം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. പിന്നെ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ അവരെ നോക്കാത്ത സമയത്ത് അവർ നിങ്ങൾ നോക്കുന്നുണ്ടാവും. ആൻഡ് പെട്ടെന്ന് നിങ്ങൾ അവരെ നോക്കുമ്പോൾ അവർ പെട്ടെന്ന് വേറെ എങ്ങോട്ടെങ്കിലൊക്കെ നോക്കും. ഇത് സിനിമകളിലൊക്കെ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? അതൊരു ക്ലാസിക് സൈനാണ്. സോ നെക്സ്റ്റ് ടൈം ആ വ്യക്തിക്കൊപ്പം കുറച്ച് എക്സ്ട്രാ ടൈം ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുക. അപ്പോൾ അവർ കൂടുതൽ ചിരിക്കുന്നുണ്ട്, ചിലർ ബ്ലഷ് ആവുകയൊക്കെ ചെയ്യും. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ലൊരു സൈനാണ്. നമ്പർ 6, ദേ ട്രൈ ടു ഇംപ്രസ് യു. ഒരാളോട് ഇഷ്ടം തോന്നിയാൽ നമുക്കിങ്ങനെ അയാളെ ഇംപ്രസ് ചെയ്യാൻ തോന്നും. നിങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ അവർ കുറച്ചുകൂടി നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും, അവരുടെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റി ഇങ്ങനെ പറയും. അതേപോലെ നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങളുള്ളപ്പോൾ ആ വ്യക്തി അവരുടെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റിയിട്ട് നന്നായിട്ട് പറയുന്നുണ്ടോ എന്ന് നോക്കുക. അതേപോലെ നിങ്ങളെ എപ്പോഴും ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ബിക്കോസ് അട്രാക്ഷൻ കംസ് വിത്ത് എ നാച്ചുറൽ ഡിസയർ ടു ഇംപ്രസ്. അതങ്ങനെയാണ്. നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ ദെൻ ഡെഫിനറ്റ്ലി അയാളെ ഇംപ്രസ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. ബട്ട് ഹിയർ ഈസ് ദ കീ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുള്ളപ്പോഴേ അവർ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവരുടെ അടുത്തൊന്നും അങ്ങനെയല്ല എന്നാണെങ്കിൽ ദെൻ ഇറ്റ്സ് ലൈക്ലി പേഴ്സണൽ. അവർ ജസ്റ്റ് ഷോ ഓഫ് കാണിക്കുന്നതല്ല, ജസ്റ്റ് നിങ്ങളെ മാത്രം കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്പർ 7, ദേ ആക്ട് ഡിഫറെൻ്റ്ലി അറൗണ്ട് യു. ഇത് വളരെ വലിയൊരു സൈനാണ് കേട്ടോ. അതായത് അവർ ബാക്കിയുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. അവർ നിങ്ങളോട് കുറച്ച് എക്സ്ട്രാ നൈസ് ആയിരിക്കും, കുറച്ചുകൂടി പ്ലേഫുൾ ആയിരിക്കും, ആൻഡ് ചിലപ്പോൾ കുറച്ച് ഓക്വേർഡ് ആയിരിക്കുകയും ചെയ്യാം. ചില ആളുകൾ എന്ത് ചെയ്യും, നന്നായിട്ട്
സംസാരിക്കും, കുറേ ജോക്സൊക്കെ പറയും. പക്ഷേ ചില ആൾക്കാർ ഭയങ്കര ഷൈ ആവും, ക്വയറ്റ് ആവും. സോ നിങ്ങൾ നോക്കേണ്ടത് ആ ഡിഫറൻസ് ആണ്, ആ വ്യത്യാസമാണ്. അതായത് മറ്റുള്ളവരുടെ അടുത്തുള്ള പോലെ ആവില്ല നിങ്ങളുടെ അടുത്ത് പെരുമാറുക. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ദെൻ യെസ്, അവർക്ക് നിങ്ങളെ ഇഷ്ടമായിരിക്കും. സോ ഇതാണ് അട്രാക്ഷൻസിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻസ്. സോ നിങ്ങൾ ഈ പറഞ്ഞ സയൻസ് ഒക്കെ നോക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ നിങ്ങളുടെ അടുത്ത് മാത്രം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ യെസ്, ഹി ഓർ ഷീ ലൈക്സ് യു. സോ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ സയൻസ് അറിയുമെങ്കിൽ ദെൻ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വ്യൂസ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.